നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഇറാഖിലെ വിമത കേന്ദ്രങ്ങൾക്ക് നേരെ കരയാക്രമണവും അമേരിക്കയുടെ പരിഗണനയിൽ. കുറഞ്ഞ തോതിലുള്ള കരയുദ്ധം വേണ്ടിവരുമെന്ന് അമേരിക്കൻ സൈന്യത്തിന്റെ വിലയിരുത്തൽ. നടപടി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങളുടെ സഹായത്തോടെ. സൗദി അറേബ്യ എബോള വൈറസ് മുക്തമാണെന്ന് ആരോഗ്യ മന്ത്രാലയം. ഗൾഫ് രാജ്യങ്ങളിലെ ആരോഗ്യ പ്രതിനിധികളുടെ സഹകരണ യോഗം റിയാദിൽ ചേർന്നു. എബോള വൈറസ് ഭീഷണി നേരിടാൻ വിദഗ്ധ മെഡിക്കൽ സംഘത്തെ നിയമിച്ചതായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് ഇതുവരെ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രാലയം. ഗസയിൽ ഇസ്രായേൽ സൈനിക നീക്കം പുനരാരംഭിച്ചു. വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. സൈനികരുടെ മൃതദേഹങ്ങൾ നൽകിയില്ലെങ്കിൽ ഹമാസ് നേതാക്കളെ വധിക്കുമെന്ന് ഭീഷണി. പലസ്തീൻ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ നിലപാടിനെതിരെ ബഹ്റൈനിൽ UN ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. പ്രക്ഷോഭകരെ കൊന്നൊടുക്കാൻ ഉത്തരവ് നൽകിയെന്ന വാദം ഈജിപ്ത് മുൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക് നിഷേധിച്ചു. മുബാറക്കിന്റെ വിശദീകരണം 2011 ജനുവരിയിൽ 850 പ്രക്ഷോഭകരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ വിചാരണയ്ക്കിടെ. വിചാരണ തുടരും. ബാർ ലൈസൻസ് വിഷയത്തിൽ മുഖ്യമന്ത്രിയും VM സുധീരനും തമ്മിൽ KPCC സർക്കാർ ഏകോപന സമിതിയിൽ തർക്കം. ബാറുകൾ അടഞ്ഞുകിടക്കണമെന്നാണ് പാർട്ടിയും ജനങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് സുധീരൻ. 418 ബാറുകളും അടച്ചിടണമെന്ന അഭിപ്രായം തനിക്കില്ലെന്ന് മുഖ്യമന്ത്രി. 4 സ്റ്റാറുകൾക്ക് അനുമതി നൽകാൻ ധാരണ. വാർത്തകളിലേക്ക് വിശദമായി. ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് വിമത കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വ്യോമാക്രമണത്തിന് പിന്നാലെ പരിമിതമായ തോതിലുള്ള കരയാക്രമണവും അമേരിക്കയുടെ പരിഗണനയിൽ. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങളുടെ സഹായത്തോടെ കുറഞ്ഞ തോതിലുള്ള കരയുദ്ധം വേണ്ടിവരുമെന്നാണ് അമേരിക്കൻ സൈനിക ഉപദേശകരുടെ നിലപാട്. 2011 പിൻവലിച്ച സൈന്യത്തെ വീണ്ടും ഇറാഖിൽ വിന്യസിക്കില്ലെന്ന ഒബാമയുടെ പ്രഖ്യാപനം നിലനിൽക്കെ തന്നെയാണ് വിമത കേന്ദ്രങ്ങൾക്കെതിരെ പരിമിതമായ തോതിലുള്ള കരയുദ്ധം എന്ന ആശയം ബലപ്പെടുന്നത്. പുതുതായി 130 സൈനിക ഉപദേശകരെ ഇറാഖിലേക്ക് ഒബാമ ഭരണകൂടം നിയോഗിച്ചതുപോലും കരയുദ്ധത്തിന്റെ സാധ്യത വിലയിരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ്. ഉന്മൂലന ഭീഷണി നേരിടുന്ന രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എന്ന പേരിലായിരിക്കും വ്യോമാക്രമണത്തോടൊപ്പം കരയുദ്ധത്തെയും അമേരിക്ക വിലയിരുത്തുക. പർവ്വതപ്രദേശത്ത് അഭയം തേടിയ യസീദികൾക്ക് വിമാനമാർഗം ഭക്ഷണ പാക്കറ്റുകളും മറ്റും US ഇപ്പോൾ തന്നെ വിതരണം ചെയ്തു വരുന്നുണ്ട്. യസീദുകളുടെ മോചനത്തിന് കരയുദ്ധം ആവശ്യമാണെന്ന റിപ്പോർട്ടാണ് ഇറാഖിലെ സൈനിക ഉപദേശകർ നൽകിയിരിക്കുന്നത്. യസീദികളുടെ രക്ഷാപ്രവർത്തനത്തിന് US സൈന്യത്തിന് ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ അയച്ച് സഹായം നൽകാൻ ബ്രിട്ടനും തയ്യാറാകും. എന്നാൽ സൈന്യത്തെ വീണ്ടും ഇറാഖിൽ വിന്യസിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നതിനാൽ ഒബാമ ഭരണകൂടത്തിന് തീരുമാനം എളുപ്പമാകില്ലെന്നാണ് ഇറാഖിന്റെ അയൽ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. നൂരി അൽ മാലിക്കിക്ക് പകരം പുതിയ പ്രധാനമന്ത്രിയെ നിയോഗിക്കാനുള്ള നീക്കത്തെ സൗദി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളും പിന്തുണയ്ക്കുകയാണ്. ഇറാഖിൽ കെട്ടുറപ്പുള്ള ഐക്യ സർക്കാർ നിലവിൽ വരാത്തിടത്തോളം ഇസ്ലാമിക് സ്റ്റേറ്റ് ഉയർത്തുന്ന വെല്ലുവിളി ചെറുക്കുക എളുപ്പമല്ലെന്നും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. MC നാസർ, മീഡിയ 1 മിഡിൽ ഈസ്റ്റ്. സൗദി അറേബ്യ എബോള വൈറസ് മുക്തമാണെന്ന് ആരോഗ്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് അറിയിച്ചു. റിയാദിൽ ചേർന്ന ഗൾഫ് രാജ്യങ്ങളിലെ ആരോഗ്യ പ്രതിനിധികളുടെ സഹകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീർഘവർഷത്തെ പരിചയസമ്പത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗത്ത് വ്യാപിക്കുന്ന പകർച്ചവ്യാധിയെ നേരിടാൻ സൗദി ആരോഗ്യ മന്ത്രാലയം സന്നദ്ധമാണെന്ന് ആദിൽ ഫക്കീഹ് പറഞ്ഞു. ഹജ്ജ് ഉംറ സീസണുകൾ എബോള വൈറസ് മുക്തമാക്കാൻ സൗദി അറേബ്യ ഹജ്ജ് മന്ത്രാലയങ്ങൾ മുൻകരുതൽ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എബോള വ്യാപിച്ച രാജ്യങ്ങൾ തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തുന്നത് വിലക്കിയിട്ടുണ്ട്. എബോള ഭീഷണി വ്യാപിച്ച സാഹചര്യത്തിൽ സൗദി ആരോഗ്യ മന്ത്രാലയം സംഘടിപ്പിച്ച യോഗത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് ലഭിച്ച പ്രതികരണത്തിനും പങ്കാളിത്തത്തിനും മന്ത്രി നന്ദി അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാരുടെ ആരോഗ്യവും മറ്റു താൽപര്യങ്ങൾ പോലെ സഹകരണം ആവശ്യമുള്ളതാണ്. ഗൾഫിലെ സ്വദേശികളും വിദേശികളുമായ താമസക്കാരുടെ ആരോഗ്യ സുരക്ഷ ഉദ്ദേശിച്ചാണ് എബോളക്കെതിരെ മുൻകരുതലെടുക്കാൻ ഇത്തരത്തിൽ യോഗം വിളിച്ചു ചേർത്തത്. ലോകാരോഗ്യരംഗത്തെ വിവിധ വേദികളുമായി സഹകരിച്ചും അനുഭവം പങ്കുവച്ചുമാണ് സൗദി അറേബ്യയും ഇതര ഗൾഫ് രാജ്യങ്ങളും ആരോഗ്യരംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ അറ്റ്ലാന്റ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെ കീഴിലുള്ള രോഗപ്രതിരോധ കേന്ദ്രം, യൂറോപ്പിലെ പകർച്ചവ്യാധി നിർമ്മാർജ്ജന കേന്ദ്രം തുടങ്ങിയ വേദികളുമായി ഗൾഫ് രാജ്യങ്ങളിലെ ആരോഗ്യ മന്ത്രാലയങ്ങൾ നിരന്തര സഹകരണമാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. മീഡിയ 1 റിയാദ്. എബോള വൈറസ് ഭീഷണി നേരിടാൻ വിദഗ്ധ മെഡിക്കൽ സംഘത്തെ നിയമിച്ചതായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മുൻകരുതലുകൾ എടുത്തതായും മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധിച്ച് നിരവധി പേർ മരിക്കാനിടയായ സാഹചര്യം മുൻനിർത്തിയാണ് വിദഗ്ധർ ഉൾപ്പെടുന്ന പ്രത്യേക ദൗത്യസംഘത്തെ നിയോഗിച്ചത്. ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അൽ സഹ്ലവിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആഗോളതലത്തിൽ എബോള വൈറസ് ഉണ്ടാക്കുന്ന ഭീഷണിയെക്കുറിച്ച് വിലയിരുത്താൻ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പലതവണ യോഗം ചേർന്നതായും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു.
രാജ്യത്ത് ഇതുവരെ എബോള സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ ഡോക്ടർ സഹ്ലവി സംശയം തോന്നുന്ന രോഗികളെ സ്വകാര്യ ആശുപത്രികൾ ചികിത്സിക്കരുതെന്നും സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകം തയ്യാറാക്കിയ വിഭാഗത്തിലേക്ക് റഫർ ചെയ്യണമെന്നും നിർദ്ദേശിച്ചു. എബോള വൈറസ് മരണം വിതച്ച ലൈബീരിയ, സിയറ ലിയോൺ, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈത്ത് താൽക്കാലിക വിസ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ആഗോളതലത്തിൽ എബോള വൈറസിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ $50 ലക്ഷം ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കുവൈത്ത് പ്രഖ്യാപിച്ചിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. എബോള വൈറസിനെതിരെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ മനുഷ്യരിൽ ഉപയോഗിക്കാമെന്ന് ലോകാരോഗ്യ സംഘടന. രോഗം കാരണം മരിച്ചവരുടെ എണ്ണം 1000 കവിഞ്ഞ സാഹചര്യത്തിലാണ് സംഘടനയുടെ തീരുമാനം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം എബോള ബാധിച്ച് ഇതുവരെ മരിച്ചവരുടെ എണ്ണം 1013 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രോഗം നിയന്ത്രണാതീതമായി പടരുകയാണ്. വൈറസിനെ നേരിടാനുള്ള മരുന്നിനുള്ള ഗവേഷണം വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ നിബന്ധനകൾക്ക് വിധേയമായി മനുഷ്യരിൽ പരീക്ഷണ മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മാരി പോൾക്കീനി പറഞ്ഞു. For the first time, we have a range of potential treatments and vaccines. They could be potent assets supporting our efforts to control Ebola virus disease. അമേരിക്കൻ കമ്പനിയാണ് എബോളയ്ക്കെതിരെയുള്ള പരീക്ഷണ മരുന്ന് ഇസഡ്മാപ്പ് നിർമ്മിച്ചത്. നിലവിൽ കുരങ്ങുകളിൽ മാത്രമാണ് മരുന്ന് പരീക്ഷണം നടക്കുന്നത്. ഇസഡ്മാപ്പ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ലഭ്യമായ മരുന്നുകൾ മുഴുവനും ആഫ്രിക്കയിലേക്ക് അയക്കുമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. എബോള ബാധിതരെ കണ്ടെത്താൻ ഖത്തറിലെ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രത്യേക ക്യാമറകൾ സ്ഥാപിച്ചു. ഹീറ്റ് സെൻസറുകളുള്ള ക്യാമറകളാണ് ഇതിനായി സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ ശരീര ഊഷ്മാവ് തിട്ടപ്പെടുത്തി രോഗബാധയുള്ളവരെ കണ്ടെത്താൻ കഴിയും. ഖത്തർ എയർവേയ്സ് ആണ് വിമാനത്താവളത്തിൽ ഹീറ്റ് സെൻസർ ക്യാമറകൾ സ്ഥാപിച്ചത്. UAEയിൽ 30 ദിവസത്തേക്ക് ഓൺ അറൈവൽ വിസയിലെത്തുന്നവർ വിസ കാലാവധി നീട്ടണമെങ്കിൽ ഇനി മുതൽ 600 ദിർഹം അടക്കണം. 45 രാജ്യങ്ങൾക്കാണ് UAEയിൽ ഓൺ അറൈവൽ വിസ നൽകുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നുവെന്ന് ഇമാറാത്ത് അൽ യൗം പത്രം റിപ്പോർട്ട് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള മിനിസ്റ്റേഴ്സ് കൗൺസിലിന്റെ ആർട്ടിക്കിൾ 14 22 നമ്പർ തീരുമാനപ്രകാരമാണ് നിയമം നടപ്പിലാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട വ്യക്തികൾക്കും സ്ഥാപന പ്രതിനിധികൾക്കും നിയമം ബാധകമായിരിക്കില്ല. സാങ്കേതിക തകരാർ മൂലം ദുബൈയിൽ മെട്രോ സർവീസ് നിലച്ചത് ആയിരങ്ങളെ ദുരിതത്തിലാക്കിയെങ്കിലും RTA ഇടപെടൽ പ്രശ്നത്തിന് 2 മണിക്കൂർ കൊണ്ട് തന്നെ പരിഹാരമുണ്ടാക്കി. പ്രത്യേക ബസ്സുകളും കാറുകളും RTA ഏർപ്പാട് ചെയ്തതാണ് യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സഹായകമായത്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30ഓടെയാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ദുബായ് മെട്രോയുടെ റെഡ് ലൈനിൽ 2 മണിക്കൂർ സർവീസ് തടസ്സപ്പെട്ടത്. ഇതോടെ 9 സ്റ്റേഷനുകളുടെ പ്രവർത്തനമാണ് താളം തെറ്റിയത്. ബിസിനസ് ബേ മുതൽ യൂണിയൻ സ്റ്റേഷൻ വരെയാണ് പൂർണ്ണമായും സർവീസ് നിലച്ചത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തകരാർ പരിഹരിച്ച ശേഷം 8:45ഓടെ സർവീസ് പുനരാരംഭിക്കുകയായിരുന്നു. അൽക്കറാമ, ജാഫിലിയ സ്റ്റേഷനുകളിൽ 6:40 ട്രെയിനുകൾ വൈദ്യുതി തടസ്സത്തെ തുടർന്ന് പൊടുന്നനെ നിലച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇതോടെ അരമണിക്കൂറോളം സമയം വണ്ടിക്കകത്ത് കുടുങ്ങിയ ആളുകളെ ഘട്ടം ഘട്ടമായാണ് പുറത്തിറക്കിയത്. ആദ്യം പുറത്തിറങ്ങിയവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ വാഹനങ്ങളൊന്നും ലഭിച്ചില്ല. പിന്നീട് RTA ടാക്സി, ബസ് സർവീസ് എന്നിവ ഏർപ്പെടുത്തി. 1110 ടാക്സികളും 39 ബസ്സുകളും യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ ഇറക്കിയതായി RTA മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ മോസ സയീദ് അൽമാരി പറഞ്ഞു. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ RTA ട്വിറ്ററിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. മീഡിയ 1, ദുബായ്. ഖത്തറുമായുള്ള ഭിന്നത ഉടൻ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായി സൗദി വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സൗദ് ഫൈസൽ വ്യക്തമാക്കി. GCC വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ യോഗം അപലപിച്ചു. ബഹ്റൈനെയും സൗദിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേയുടെ പൂർണ്ണമായ നവീകരണ അറ്റകുറ്റപ്പണികൾക്കായി കുവൈത്തിലെ പ്രമുഖ കോൺട്രാക്ടിംഗ് കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. കോസ്വേയും അനുബന്ധ സംവിധാനങ്ങളും പൂർണ്ണമായി അറ്റകുറ്റപ്പണി നടത്തുന്നതിനും നവീകരിക്കുന്നതിനും 168 ദശലക്ഷം റിയാലിന്റെ കരാറിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിനാണ് നീക്കം. കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി ഡയറക്ടർ ബദർ ബിൻ അബ്ദുള്ള അൽ അതീഷാനും കുവൈത്ത് ഫിനാൻസിംഗ് കമ്പനിക്ക് കീഴിലെ കോൺട്രാക്ടിംഗ് കമ്പനി അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുള്ള ഖാലിദ് അൽ ബാത്തിൽ അൽ മുർഷാദും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ഒക്ടോബർ മുതൽ ആരംഭിക്കുന്ന നവീകരണ പദ്ധതി 5 വർഷം കൊണ്ടാണ് പൂർത്തീകരിക്കുക.
ഖത്തറിലെ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പരിശോധക വാഹനം പ്രവർത്തന സജ്ജമായി. രാജ്യത്ത് വിലക്കുള്ള വസ്തുക്കൾ വിമാനത്താവളം വഴി കടത്തുന്നത് കണ്ടെത്താൻ ഈ വാഹനത്തിനാകും. മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവ വിമാനത്താവളത്തിന്റെ ഏതു ഭാഗത്തുണ്ടെങ്കിലും കണ്ടെത്താനാകുന്ന ഉപകരണങ്ങളാണ് വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും മറ്റു വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് പരിശോധക വാഹനം പ്രവർത്തിക്കുക. ദുബായിൽ വൈദ്യുതി ഉപഭോഗം കുറച്ച് പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ദീവ നടത്തുന്ന ക്യാമ്പയിൻ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. താമസയിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ക്യാമ്പയിൻ പൂർത്തിയായതിനെ തുടർന്നാണിത്. എയർ കണ്ടീഷണർ 24 ഡിഗ്രിയിൽ ഉറപ്പിക്കണമെന്നാണ് ക്യാമ്പയിനിലൂടെ ദീവ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വൈദ്യുത ഉപയോഗം ഗണ്യമായി കുറയ്ക്കാനും കാർബൺ ഡയോക്സൈഡ് അമിതമായി എത്തുന്നത് തടയാനും സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വ്യാപാര സ്ഥാപനങ്ങളിൽ വൈദ്യുതി ഉപഭോഗം കൂടുന്നതിൽ എയർ കണ്ടീഷണറുകൾക്ക് മുഖ്യ പങ്കാണുള്ളത്. 2030ഓടെ ഊർജ്ജാവശ്യത്തിൽ 30% ഉറപ്പുവരുത്താനാണ് ദീപ ലക്ഷ്യമിടുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് പിന്നിൽ ഒരു സാമുദായിക ഭീമനാണെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ ടി.എം. രവീന്ദ്രൻ. പൂട്ടിക്കിടക്കുന്ന ബാറുകൾ തുറക്കാനാണ് നീക്കമെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ദോഹയിൽ പറഞ്ഞു. ഖത്തറിൽ കേരള ലഹരി വിമുക്ത സാംസ്കാരിക വേദി രൂപീകരിച്ച് സംസാരിക്കുകയായിരുന്നു ടി.എം. രവീന്ദ്രൻ. കേരള മദ്യനിരോധന സമിതി വനിതാ വിഭാഗം അധ്യക്ഷ പ്രൊഫസർ ഒ.ജെ. ചിന്നമ്മയും സംസാരിച്ചു. മദ്യവിരുദ്ധ മുന്നേറ്റങ്ങളിൽ പ്രവാസി പിന്തുണ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരള ലഹരി വിമുക്ത സാംസ്കാരിക വേദി രൂപീകരിച്ചത്. അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികളായ റഫീഖ് മേച്ചേരി, മുഹമ്മദ് ഷഫീഖ്, വി.കെ.എം. കുട്ടി എന്നിവരും സംസാരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഖത്തറിലെ കൾച്ചറൽ ഫോറം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കുന്നു. നാളെ രാത്രി 8 മണിക്ക് ദോഹയിലെ FCC ഹാളിൽ നടക്കുന്ന പരിപാടി ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ആക്ടിംഗ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ ടി.എം. രവീന്ദ്രൻ, വനിതാ വിഭാഗം അധ്യക്ഷ പ്രൊഫസർ ഒ.ജെ. ചിന്നമ്മ എന്നിവർ മുഖ്യാതിഥികളാകും. കൾച്ചറൽ ഫോറം പ്രസിഡന്റ് M.M. മുഹിയുദ്ദീൻ സംസാരിക്കും. റിസാല സ്റ്റഡി സർക്കിളിന്റെ കീഴിൽ കലാലയം എന്ന പേരിൽ സാംസ്കാരിക സദസ്സുകൾ രൂപീകരിക്കുന്നു. 6 ഗൾഫ് നാടുകളിലും സ്വാതന്ത്ര്യദിനത്തിൽ കലാലയം പ്രവർത്തനം ആരംഭിക്കുമെന്ന് റിസാല സ്റ്റഡി സർക്കിൾ ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ഖത്തറിലെ ICC ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ICC ആക്ടിംഗ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ കലാലയം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ